CSIR നെറ്റ് ഫിസിക്കൽ സയൻസ് എക്സാമിന്റെ ഡേറ്റ് ഇനി ഏകദേശം വരുന്നത് ഡിസംബറിലായിരിക്കും. അപ്പൊ ഡിസംബർ 2025 ഫോക്കസ് ചെയ്യുന്ന കുട്ടികൾക്കാണ് ഈ ഒരു വീഡിയോ. കാരണം എന്താ വെച്ചാൽ ഹൗ ടു ബിൽഡ് യുവർ ഫൗണ്ടേഷൻ. നിങ്ങളുടെ ഫൗണ്ടേഷൻ നിങ്ങൾ എങ്ങനെയാണ് ബിൽഡ് ചെയ്യേണ്ടത് എന്നതാണ്. ഒരു എക്സാം ക്രാക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് അത്യാവശ്യം ഒരു നോളേജ് വേണം. അതായത് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിലെ കാര്യങ്ങൾ, ഇത് ഏത് ടോപ്പിക്കാണ്, ഇത് ഏത് സബ്ജക്റ്റിൽ നിന്നാണ് വന്നത്, ഏത് ഇക്വേഷൻ ആണ് യൂസ് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞാലാണ് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പൊ അതാണ് ഒരു ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഏതൊക്കെ സബ്ജക്റ്റുകളാണ് പഠിക്കേണ്ടത് എന്നുള്ളതാണ് ഇന്ന് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യുന്നത്. എക്സാം പഠിക്കുന്ന സമയത്ത് നമുക്ക് ഏകദേശം 9 സബ്ജക്റ്റുകളാണ് നമ്മുടെ കയ്യിലുള്ളത്. അതായത് ഈ 9 ടോപ്പിക്കുകൾ, സബ്ജക്റ്റ് എന്നുള്ളതല്ല, ടോപ്പിക്സ്, അതായത് മാത്തമാറ്റിക്കൽ മെത്തേഡ്സ്, ക്ലാസിക്കൽ മെക്കാനിക്സ്, ഇലക്ട്രോ മാഗ്നറ്റിക് തിയറി, ക്വാണ്ടം മെക്കാനിക്സ്, തെർമോഡൈനാമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഫിസിക്സ്, ഇലക്ട്രോണിക്സ്, എക്സ്പെരിമെന്റൽ മെത്തേഡ്സ്, ആറ്റോമിക് ആൻഡ് മോളിക്കുലർ ഫിസിക്സ്, സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സ്, ന്യൂക്ലിയർ ആൻഡ് പാർട്ടിക്കിൾ ഫിസിക്സ്. ഇങ്ങനെ 9 സബ്ജക്റ്റുകളുണ്ട്. അപ്പൊ തന്നെ മനസ്സിലായി അത്യാവശ്യം വൈഡ് ആണ്. പക്ഷെ ഈ 9 സബ്ജക്റ്റിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരുമോ ചോദിച്ചു കഴിഞ്ഞാൽ 9 സബ്ജക്റ്റിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരും. പക്ഷെ ഒറ്റയ്ക്ക് ക്വസ്റ്റ്യൻസ് അല്ല, ഓരോ പാർട്ടുകളായിട്ടാണ് എക്സാം വെച്ചിരിക്കുന്നത്. CSIR എക്സാം 3 ഭാഗങ്ങളായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. പാർട്ട് എ, പാർട്ട് ബി, പാർട്ട് സി. പാർട്ട് എ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ആണ്. നോർമലി നമ്മളൊരു കോമ്പറ്റേറ്റീവ് എക്സാം PSC SSC ഒക്കെ എഴുതുന്ന പോലെ തന്നെ അതിൽ വരുന്ന മാത്തമാറ്റിക്കൽസിന്റെ പ്രോബ്ലംസ് ഉണ്ടല്ലോ, സെയിം ആസ് അത്ര തന്നെയാണ് വരുന്നത്. ബട്ട് പാർട്ട് ബി, പാർട്ട് സി, അതിലാണ് നമ്മുടെ ഫിസിക്സിന്റെ സബ്ജക്റ്റുകൾ വരുന്നത്. അതിൽ കോർ പേപ്പേഴ്സ് ഉണ്ട്, കോംപ്ലിമെന്ററി പേപ്പേഴ്സ് ഉണ്ട്. പാർട്ട് ബിയിൽ എന്താ പ്രത്യേകത വെച്ചാൽ 3.5 മാർക്കാണ് ഓരോ ക്വസ്റ്റിനും. ഓക്കെ, അത് ഇതിന്ന് എല്ലാത്തിനും വരുമോ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ സബ്ജക്റ്റിൽ നിന്നും വരും. ഓക്കെ, പാർട്ട് സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 മാർക്കാണ്. 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻസിന് പ്രധാനമായിട്ടും ആറ്റോമിക്, സോളിഡ്, ന്യൂക്ലിയർ ഫിസിക്സ്, അതിന്നാണ് പാർട്ട് സിയിൽ ക്വസ്റ്റ്യൻസ് കൂടുതൽ പ്രതീക്ഷിക്കുന്നത് നമ്മൾ. സോ എല്ലാവരും എന്ത് ചെയ്യുക, ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അത് പഠിക്കായിരിക്കും. ഓക്കെ, പാർട്ട് സി സെക്യൂർ ആക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും അത് പഠിക്കുക. അങ്ങനെയല്ല ഇരിക്കണ്ടേ. നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഒരു എക്സാം ക്രാക്ക് ചെയ്യണേക്കാളും മുമ്പ് നമ്മൾ ആദ്യം നമ്മളുടെ ഭാഗം ക്ലിയർ ചെയ്യണം. നമ്മുടെ ഭാഗം ക്ലിയർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ സബ്ജക്റ്റ്, ഇപ്പൊ നിങ്ങളിപ്പോ പഠിക്കുന്ന കുട്ടികൾക്ക് ചിലപ്പോൾ മേ ബി ഇതെല്ലാം ചില സബ്ജക്റ്റുകൾ ഒരു ഗ്രഹിക്കുന്നുണ്ടാവില്ല. അതായത് ഭയങ്കര ടഫായിട്ട് തോന്നും മേ ബി. ഇപ്പൊ എക്സാമ്പിൾ പറയാണ്, മിക്ക കുട്ടികളിലും കാണുന്ന ഒരു ഫെമിലിയാരിറ്റിയാണ് ഇലക്ട്രോ ഡൈനാമിക്സിലും ഇലക്ട്രോണിക്സിലും ചെറിയൊരു പേടി. കാരണം ഇലക്ട്രോണിക്സ് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളതും ഇലക്ട്രോ ഡൈനാമിക്സ് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളതൊക്കെ ഒരു കുറച്ച് ധാരണകളുണ്ട്. കാരണം ഇലക്ട്രോ ഡൈനാമിക്സ് അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് തിയറി എന്ന് പറയുമ്പോൾ 3 ഭാഗങ്ങൾ: ഇലക്ട്രോസ്റ്റാറ്റിക്സ്, മാഗ്നറ്റോസ്റ്റാറ്റിക്സ്, ഇലക്ട്രോ മാഗ്നറ്റിക്, അതായത് ഇലക്ട്രോ ഡൈനാമിക്സ്, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിന്റെ ഒക്കെ ഭാഗം. അപ്പൊ ചില ആളുകൾക്ക് ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഭയങ്കര ഫെമിലിയർ ആയ, ചില ആളുകൾക്ക് ചിലപ്പോൾ മാഗ്നറ്റോസ്റ്റാറ്റിക്സ് ആയിരിക്കും. അപ്പൊ അവിടെ എന്താ പ്രത്യേകത വെച്ചാൽ ഏതെങ്കിലും ഒരെണ്ണം നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സെറ്റാണ്. അതായത് ഇലക്ട്രോണിക്സ് ആൻഡ് എക്സ്പെരിമെന്റൽ മെത്തേഡ്സിൽ എനിക്ക് തോന്നുന്നത് എക്സ്പെരിമെന്റൽ മെത്തേഡ്സ് മിക്ക ആളുകൾക്കും ഭയങ്കര എളുപ്പമായിരിക്കും. അതുപോലെ നമ്മുടെ പ്രോബബിലിറ്റി, ബൈസെക്ഷൻ മെത്തേഡ്, ന്യൂട്ടൺ റാപ്സൺ മെത്തേഡ്, അതൊക്കെ ചിലപ്പോൾ പെട്ടെന്ന് കിട്ടും. അതർവൈസ് ഇലക്ട്രോണിക്സിൽ കയറുമ്പോൾ ചിലപ്പോൾ ചിലവർക്ക് ഡിജിറ്റൽ ആയിരിക്കും ഭയങ്കര ഇഷ്ടം അനലോഗിനേക്കാളും. അപ്പൊ എന്താ വെച്ചാൽ ഇവിടെയൊക്കെ നമുക്ക് എന്താ വെച്ചാൽ എന്തൊക്കെയോ അറിയാം എന്നെല്ലാം അറിയില്ല. അപ്പൊ അത് തന്നെയാണ് എക്സാമിന്റെ പ്രത്യേകതയും. കാരണം എന്താ വെച്ചാൽ നമുക്ക് അറിയാവുന്ന സബ്ജക്ട് നമ്മൾ നല്ല രീതിയിൽ ആ ടോപ്പിക്സ് നല്ല രീതിയിൽ ഫൗണ്ടേഷൻ ചെയ്ത് കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പക്ഷെ എടുത്തു പിടിച്ചോ നമ്മൾ എന്ത് പഠിക്കരുത്, ഇലക്ട്രോണിക്സ് ആയാലും അതുപോലെ തന്നെ ഇപ്പൊ സോളിഡ് സ്റ്റേറ്റ്, ന്യൂക്ലിയർ ഫിസിക്സ് ഒക്കെ ഒറ്റയടിക്ക് പഠിച്ചു തുടങ്ങരുത്. സ്റ്റാർട്ടിങ്ങില് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം വെച്ചാൽ നമ്മുടെ ഒരു ഫൗണ്ടേഷൻ ബേസ് ചെയ്യണം. ഫൗണ്ടേഷൻ ബേസ് ചെയ്യുന്ന 3 സബ്ജക്റ്റുകളാണ്. പണ്ട് പറയാറുണ്ട് 5 സബ്ജക്റ്റുകൾ കയ്യിലുണ്ടെങ്കിൽ, അതായത് മാത്തമാറ്റിക്കൽ ഫിസിക്സ്, ക്ലാസിക്കൽ മെക്കാനിക്സ്, ഇലക്ട്രോ ഡൈനാമിക്സ്, ക്വാണ്ടം മെക്കാനിക്സ്, ഈ 4 പേപ്പർ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നെറ്റ് ക്വാളിഫൈഡ് ആവാന്നാ പറയാം. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. 4 പേപ്പർ മാത്രമല്ല, എല്ലാ പേപ്പേഴ്സും നമുക്ക് അറിഞ്ഞിരിക്കണം. ബട്ട് ഒരു ഫൗണ്ടേഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ ഈ പേപ്പേഴ്സ് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഇപ്പോൾ. അപ്പൊ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇതൊരു ഫൗണ്ടേഷൻ പേപ്പേഴ്സ് ആയിട്ട് എടുക്കുക. ഫൗണ്ടേഷൻ പേപ്പേഴ്സിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് മാത്തമാറ്റിക്കൽ ഫിസിക്സ്, ക്ലാസിക്കൽ, ഇലക്ട്രോ ഡൈനാമിക്സ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യേണ്ടത്, പഠിക്കാൻ വേണ്ടി ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഏതാണ്? മാത്തമാറ്റിക്കൽ ഫിസിക്സും ക്ലാസിക്കൽ മെക്കാനിക്സും ED ആണ്. സോ ED എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു അതിലിപ്പോ എല്ലാ ഭാഗങ്ങളും അറിയുന്നില്ലെങ്കിലും നെവർ മൈൻഡ്. 3 സെക്ഷൻസ് ഉണ്ട്. അതിൽ ഏത് ഫേവർ സോൺ ആണോ വെച്ചാൽ അത് നല്ല രീതിക്ക് വൃത്തിക്ക് പഠിക്കാം. പക്ഷെ മാത്തമാറ്റിക്കൽ ഫിസിക്സിൽ എന്താ പ്രത്യേകത വെച്ചാൽ മാത്തമാറ്റിക്കൽ ഫിസിക്സിൽ പഠിക്കുന്ന പല കാര്യങ്ങളും അതിൽ തന്നെ ചോദിക്കണം എന്നില്ല. ഓക്കെ, ഇപ്പൊ മാത്തമാറ്റിക്കൽ ഫിസിക്സിലെ ഒരു ഭാഗമാണ് വെക്ടർ അനാലിസിസ്, മറ്റൊരു ഭാഗമാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്. പക്ഷെ ഇത് വെക്ടർ അനാലിസിസ് മാത്തമാറ്റിക്കൽ ഫിസിക്സിൽ മാത്രമല്ല ചോദിക്കുക, ഇലക്ട്രോ മാഗ്നറ്റിക് തിയറിയിൽ പഠിക്കും. കാരണം എന്താ വെച്ചാൽ മാത്തമാറ്റിക്കൽ ഫിസിക്സ് ഇല്ലെങ്കിൽ, അതായത് ആ മെത്തേഡ്സ് ഇല്ലെങ്കിൽ നമുക്ക് ക്ലാസിക്കൽ ആയാലോ ED ആയാലോ ക്വാണ്ടം മെക്കാനിക്സ് ആയാലോ ഒന്നും സോൾവ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, മാത്തമാറ്റിക്കൽ ഫിസിക്സ് എടുക്കുന്ന സമയത്ത് നമ്മൾ പഠിക്കുന്നത് മാത്തമാറ്റിക്കൽ ഫിസിക്സിന് മാത്രമല്ല എന്നുള്ളൊരു
ഒരു ബോധം നമുക്ക് വേണം. കാരണം എന്താ വെച്ചാൽ വെക്ടർ പഠിക്കുന്ന സമയത്ത് ആ വെക്ടറിന്റെ എല്ലാ പ്രോപ്പർട്ടി, ഇപ്പൊ വെക്ടർ കാൽക്കുലസ് എന്നൊരു ഭാഗം എടുക്കുന്ന സമയത്ത് അത് ഇലക്ട്രോഡൈനാമിക്സിലേക്ക് ആവശ്യകത വരും എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അതുപോലെ ക്ലാസിക്കൽ മെക്കാനിക്സിലേക്ക് ആവശ്യകത വരും എന്നുള്ളത് മനസ്സിലാക്കുന്നു. ഇതേപോലെ തന്നെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഏതിലാ പഠിക്കുന്നത്? മാത്തമാറ്റിക്കൽ ഫിസിക്സിലാണ്. പക്ഷെ നമുക്ക് ചില സമയങ്ങളിൽ മാക്സ്വൽ ഇക്വേഷൻസ്, ഇലക്ട്രോഡൈനാമിക്സിലെ മാക്സ്വൽ ഇക്വേഷൻസ് ഒക്കെ സോൾവ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണ്ടി വരും? ഡിഫറൻഷ്യൽ ഇക്വേഷൻസിന്റെ ഒരു സാന്നിധ്യം വേണ്ടി വരും. പാർഷ്യൽ ഡെറിവേറ്റീവ്സ് വേണ്ടി വരും. അതുപോലെ പല സാധനങ്ങളും ഡിറൈവ് ചെയ്ത് കൊണ്ടുവരാനൊക്കെ നമുക്ക് ആവശ്യമുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ ബേസിക് ടൂള് നമ്മൾ പഠിക്കുന്നത് മാത്തമാറ്റിക്കൽ മെത്തേഡ്സിലാണ്. അപ്പൊ മാത്തമാറ്റിക്കൽ മെത്തേഡ്സ് മാത്തമാറ്റിക്കൽ ഫിസിക്സിന് മാത്രമല്ല, ഫിസിക്സിലെ എൻറ്റയർ സബ്ജക്റ്റിനും നമുക്കത് യൂസ്ഫുൾ ആണ്. അതുപോലെ തന്നെ ക്ലാസിക്കൽ മെക്കാനിക്സ്, വളരെ ബേസിക് മെക്കാനിക്സ് ആണ് ക്ലാസിക്കൽ മെക്കാനിക്സ്. എന്തുകൊണ്ടാ വെച്ചാൽ ക്വാണ്ടം മെക്കാനിക്സിനേക്കാളും കൂടുതൽ ആദ്യം നമ്മൾ അറിയേണ്ടത് ക്ലാസിക്കൽ മെക്കാനിക്സ് ആണ്. ക്ലാസിക്കൽ മെക്കാനിക്സിലെ ഓരോ ടോപ്പിക്സും എടുത്ത് നമ്മൾ അതിന്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും അറിഞ്ഞിരിക്കണം. അതായത് എന്തുകൊണ്ട് ക്ലാസിക്കൽ മെക്കാനിക്സ് ഇവിടെ ഒരു സിസ്റ്റത്തിൽ അപ്ലൈ ചെയ്തു, എന്തുകൊണ്ട് അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റാതിരിക്കുന്നു എന്നൊക്കെ അറിയണമെങ്കിൽ മാത്തമാറ്റിക്കൽ അറിയണം കേട്ടോ. മാത്തമാറ്റിക്കൽ മെത്തേഡ്സ് വെച്ചിട്ട് ഞാൻ യൂസ് ചെയ്യാം. അതിൽ ചില ടൂളുകൾ യൂസ് ചെയ്തു. ഇപ്പൊ സ്യൂഡോ വെക്ടേഴ്സ്, ആക്സിയൽ വെക്ടേഴ്സ് എന്ന പേരിൽ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ രണ്ട് വെക്ടേഴ്സ് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണോ, ഇൻവാരിയന്റ് ആണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മാത്തമാറ്റിക്കൽ മെത്തേഡ്സിൽ പഠിക്കുമ്പോൾ അത് നേരെ നമുക്ക് എവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും? ക്ലാസിക്കൽ മെക്കാനിക്സിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പൊ ക്ലാസിക്കൽ മെക്കാനിക്സിൽ എന്താ പ്രത്യേകത വെച്ചാൽ ബേസിക് ആയതുകൊണ്ട് തന്നെ കുറെ കാര്യങ്ങൾ, അതായത് ഒരു മൈക്രോസ്കോപ്പിക് ലെവലിലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് അവിടെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ക്ലാസിക്കൽ മെക്കാനിക്സ് ഒരു ഫൗണ്ടേഷൻ ആയിട്ട് നമ്മൾ വെക്കുകയാണെങ്കിൽ പിന്നെ ക്വാണ്ടം മെക്കാനിക്സ് ഒന്നും കൂടി ഈസി ആയിരിക്കും. അതായത് ക്ലാസിക്കൽ മെക്കാനിക്സിൽ കാണിക്കുന്ന പല ഫെയിലിയേഴ്സും നമ്മൾ സോൾവ് ചെയ്ത് കൊണ്ടുവരുന്നത് ക്വാണ്ടം മെക്കാനിക്സിലാണ്. അല്ലാതെ ഒറ്റയടിക്ക് ക്വാണ്ടം മെക്കാനിക്സ് പഠിക്കുന്ന സമയത്ത് ഇത് തുടങ്ങാൻ കാരണം എന്ത്, ഇല്ലെങ്കിൽ ഇതിന്റെ ഉത്ഭവത്തിന് കാരണം എന്ത് എന്നുള്ളത് അറിയില്ല നമുക്ക്. ക്ലാസിക്കൽ മെക്കാനിക്സ് പഠിച്ചാൽ മാത്രമാണ് ഓക്കെ ഇതിന്റെ ഫെയിലിയർ ആയതുകൊണ്ടാണ് നമ്മൾ ഈ അപ്രോച്ച് കൊണ്ടുവന്നത് ക്വാണ്ടം മെക്കാനിക്സിൽ എന്ന് തോന്നുന്നെങ്കിൽ ആദ്യം ഇത് പഠിക്കണം. അതുപോലെ ഇലക്ട്രോമാഗ്നറ്റിക് തിയറി പഠിച്ചാൽ മാത്രമാണ് നമുക്ക് എന്താണ് തെർമോഡൈനാമിക്സിലേക്ക് ആയാലും അതുപോലെ തന്നെ സോളിഡ് സ്റ്റേറ്റ് ആയാലും ആറ്റോമിക് ഫിസിക്സ് ആയാലും എല്ലാത്തിലേക്കും നമുക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. കാരണം ചാർജുകളെ പറ്റിയിട്ടും വേവ്സിനെ ഒക്കെ പറ്റിയിട്ട് പറയുന്ന ഭാഗമാണ് ഇലക്ട്രോമാഗ്നറ്റിക് തിയറി. സോ ഇലക്ട്രോമാഗ്നറ്റിക് തിയറിയിൽ ഇപ്പോൾ ഒരു EM വേവ്സിനെ പറ്റി പഠിച്ചാൽ മാത്രമാണ് നമുക്ക് റേഡിയേഷനെ പറ്റിയിട്ടും റൊട്ടേഷണൽ എനർജി, വൈബ്രേഷണൽ എനർജി, രാമൻ സ്പെക്ട്രോസ്കോപ്പി ഇതൊക്കെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഒരു വേവിന്റെ നേച്ചർ അറിയുമ്പോൾ നമുക്ക് അതുപോലെ അതിന്റെ കാര്യങ്ങൾ, ഒരു ഫ്രീക്വൻസി ഒക്കെ അറിഞ്ഞാൽ നമുക്ക് എന്താ വെച്ചാൽ ആറ്റോമിക് ഫിസിക്സിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അതുപോലെ ഇലക്ട്രോമാഗ്നറ്റിക് തിയറി അറിഞ്ഞാലാണ് നമുക്ക് എലിമെന്ററി പാർട്ടിക്കിൾസിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ നമുക്ക് അറിയുള്ളൂ, ആ ഡികെയുടെ കാര്യങ്ങളൊക്കെ. അപ്പൊ എന്താ വെച്ചാൽ ഈ 3 സബ്ജക്ട് പഠിച്ചു കഴിഞ്ഞാൽ ബാക്കി സബ്ജക്റ്റിലേക്ക് നമുക്ക് ഒരു തിരിഞ്ഞോട്ടം നടത്താൻ പറ്റും. അതായത് നമുക്ക് ഈ 3 സബ്ജക്ട് കയ്യിലുണ്ടെങ്കിൽ സേഫ് ആയി നമ്മൾ. അപ്പൊ എന്താ വെച്ചാൽ ഓരോ ഭാഗത്തേക്കും ഇത് അപ്ലൈ ചെയ്യാലോ എന്നുള്ളത് വരും. അതർവൈസ് നിങ്ങൾ ചാടി കയറി സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സ് പഠിക്കരുത്, ചാടി കയറി ന്യൂക്ലിയർ ആറ്റോമിക് ഒന്നും പഠിക്കരുത്. ഫസ്റ്റ് തന്നെ അത് പഠിച്ച് പോവുക, അങ്ങനെയല്ല. ആദ്യം മാത്തമാറ്റിക്കൽ പഠിച്ച് ക്ലാസിക്കൽ പഠിച്ച് ED പഠിച്ച് മെല്ലെ മെല്ലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് വരെ ചാൻസ് ഉള്ളൂ. അതർവൈസ് ഇപ്പൊ നിങ്ങൾ മെക്കാനിക്സ് ആണ് ആദ്യം പഠിക്കണ വെച്ചാലും കുഴപ്പമില്ല. പേപ്പേഴ്സ് നല്ല രീതിയിൽ കൈകാര്യം ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് എക്സാമിന് സെക്യൂർ ആയിട്ട് ഒരു മാർക്ക് വാങ്ങാം. ബാക്കിയൊക്കെ നമുക്കൊരു ബോണസ് സബ്ജക്റ്റുകളാണ്. അപ്പൊ ആ സബ്ജക്റ്റിലേക്ക് നമുക്ക് എൻ്റർ ചെയ്യാൻ ഈ 3 ടൂളുകളാണ് കേട്ടോ യൂസ് ചെയ്യുക. അതായത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ചിട്ട് മിക്കതും പ്രീവിയസ് ഇയേഴ്സിൽ ചോദിച്ച മോഡലുകളാണ്, അതേപോലെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നുണ്ട്. അതായത് ആ ക്വസ്റ്റ്യൻസ് കിട്ടണമെങ്കിൽ നമ്മൾ ഈ 3 സബ്ജക്റ്റുകൾ കൈകാര്യം ചെയ്താൽ മാത്രമേ പറ്റുള്ളൂ. അത് നിങ്ങൾ അനാലിസിസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ 6 മാസത്തെ സമയത്തിന്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇവരെ ഫൗണ്ടേഷൻ ആക്കിയിട്ട് വേണം അതർ സബ്ജക്ട് പഠിക്കാൻ. ഓക്കെ, പിന്നെ പഠിക്കുമ്പോൾ ഒക്കെ നിങ്ങൾ മാത്തമാറ്റിക്കൽ ഫിസിക്സ് പ്ലസ് സോളിഡ് സ്റ്റേറ്റ് അല്ലെങ്കിൽ ക്ലാസിക്കൽ മെക്കാനിക്സ് പ്ലസ് തെർമോഡൈനാമിക്സ് അങ്ങനെ പഠിക്കുമ്പോഴും അതെ ഇവരേനെ ഒപ്പം കൊണ്ടുപോകണം. വേറൊരു സബ്ജക്ട് പഠിക്കുമ്പോഴും പ്ലസ് ചെയ്തിട്ട് പഠിച്ചു പോകണം. വേറൊരു കാര്യം എന്താ പറയാനുള്ളത് വെച്ചാൽ, നിങ്ങളെ CSIR നെറ്റ് എക്സാം പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ എല്ലാവരും ചെയ്യുന്ന ആദ്യത്തെ ഒരു തെറ്റ് എന്താ അറിയോ? തെറ്റല്ലാതെ അത് ഓഫ് കോഴ്സ് നമ്മളത് നോക്കും. നമ്മൾ തന്നെ പറയുന്നത് എന്താ, പ്രീവിയസ് ഇയേഴ്സ് എടുത്തിട്ട് നോക്കണം, അതിന്റെ ഒരു വ്യാപ്തത മനസ്സിലാക്കണം. എത്ര ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, ഏത് ഭാഗത്തു നിന്നാണ് വരുന്നത്, എനിക്ക് അറിയാവുന്ന ഭാഗത്തു നിന്നാണോ, അതൊക്കെ നമ്മൾ നോക്കും. ശരിയാണ്, കാരണം അത് അറിഞ്ഞാൽ മാത്രമാണ് എക്സാമിനെ പറ്റിയിട്ട് ഒരു ഐഡിയ ഉണ്ടാവുള്ളൂ. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ PYQs മാത്രമാണ് പഠിച്ചു പോകുന്നത്, അല്ലെങ്കിൽ CSIR നെറ്റിന്റെ, ഗേറ്റിന്റെ, ടിഫറിന്റെ ഒക്കെ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തു പോകുന്നത്. അതിനേക്കാളും കൂടുതൽ നമ്മൾ ഒരാളെയും കൂടി പ്രിഫർ ചെയ്യണം, റെഫറൻസ് ബുക്കിന്റെ പ്രാധാന്യം എന്താ വെച്ചാൽ, എല്ലാവരും റെഫറൻസ് ബുക്ക് ഓക്കെ ഒന്ന് വായിച്ചു നോക്കാം, അവിടെ വെക്കും. അതായത് ആ ടോപ്പിക് മനസ്സിലാക്കി അവിടെ വെക്കും. പക്ഷെ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ആദ്യം ഇപ്പൊ ഏത് സബ്ജക്ട് പഠിക്കായാലും, ഇപ്പൊ മാത്തമാറ്റിക്കൽ ഫിസിക്സ് ആയാലും ക്ലാസിക്കൽ ആയാലും EM ആയാലും ഇപ്പൊ റെഫറൻസ് ബുക്ക് ഇവിടെ എഴുതിയിട്ടുണ്ട്. മാത്തമാറ്റിക്കൽ ആണെങ്കിൽ HK ദാസും സത്യപ്രകാശും ആയിരിക്കും.
ക്ലാസിക്കലാണെങ്കിൽ ഗോഡ്സിനും ഉപാധ്യായാണ്. EM ആണെങ്കിൽ ഗ്രിഫിത്തും സത്യപ്രകാശും. ഗ്രിഫിത്ത് ബുക്ക് എല്ലാവരും ഫെമിലിയർ ആണ്. സത്യപ്രകാശ് EM എടുക്കാറുണ്ടോ ചോദിച്ചാൽ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിന്റെ ഭാഗം സത്യപ്രകാശിന്റെ ബുക്കിലാണ് സോൾവ് ചെയ്യുന്നത്, കൂടുതൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു രീതിയിൽ. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ബുക്സിനെ വെറുതെ പേര് കണ്ടു വെക്കാതെ ആ ബുക്കിലെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാം, അതിലെ എക്സസൈസുകൾ സോൾവ് ചെയ്യാൻ പഠിക്കണം നമ്മൾ. കാരണം എന്താ വെച്ചാൽ ആ റെഫറൻസ് ബുക്കുകളിൽ ഒരുപാട് യൂണിവേഴ്സിറ്റി എക്സാംസ് ഒക്കെ കണ്ടക്ട് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് അതിന്റെ ഉള്ളിൽ ഉണ്ടായിരിക്കും. കാരണം നമ്മുടെ CSIR നെറ്റ് എക്സാമിന്റെ അതേ പാറ്റേണിലുള്ള കുറെ ക്വസ്റ്റ്യൻസ്, അതായത് അതിലൊരു ഓപ്ഷൻ ഉണ്ടാവില്ല എന്ന് മാത്രം, ഒരു ഡിസ്ക്രിപ്ഷൻ ടൈപ്പ് കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓക്കെ, പക്ഷെ അത് ചെയ്ത് പഠിക്കുമ്പോഴാണ് നമ്മൾ എന്താ ഒരു PYQ എടുത്ത് ചെയ്യുന്ന സമയത്ത് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. ഉടനെ PYQ എടുക്കാതെ റെഫറൻസ് ബുക്കിലെ ആ ടോപ്പിക്കിനോട് അനുബന്ധിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അസൈൻമെന്റ്സ് ചെയ്യുക. അസൈൻമെന്റ്സ് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബുക്കിലെ പ്രോബ്ലംസ് തന്നെ സോൾവ് ചെയ്ത് പഠിക്കുക. അത് മെയിൻ ആയിട്ട് നമ്മുടെ ഇന്റഗ്രേഷൻ, ഡിഫറൻസിയേഷൻ, അഡീഷൻ, സബ്സ്ട്രാക്ഷൻ എന്ന് വേണ്ട അതൊക്കെ ഇംപ്രൂവ് ചെയ്യാൻ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പൊ ഈ റെഫറൻസ് ബുക്ക് അതിനു വേണ്ടി യൂസ് ചെയ്യുക. എന്നിട്ട് മാത്രം ലാസ്റ്റ് എക്സാമിന് ഒരു 2 months മുമ്പ് മാത്രം നിങ്ങൾ എന്താ PYQs എടുത്ത് പഠിച്ചാൽ മതി. കാരണം ഇത് നമ്മളുടെ കയ്യിലുണ്ട്, അതായത് ഈ ബുക്കിൽ പഠിച്ച റെഫറൻസ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മുടെ കയ്യിലുണ്ട്, ഇക്വേഷൻസ് ഉണ്ട്, കോൺസെപ്റ്റ് ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ നമ്മൾ നേരെ എന്ത് ചെയ്യുന്നു, PYQs ചെയ്യുമ്പോൾ നമുക്ക് എന്താ വെച്ചാൽ പകുതി എഫേർട്ട് ഇടുന്നുണ്ടോ, ചിലപ്പോൾ നിങ്ങൾ ആ ബുക്കിൽ ചെയ്ത അതേ PYQ അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ തന്നെ ആയിരിക്കും PYQ ആയിട്ട് വന്നിട്ടുണ്ടാവുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് എഫേർട്ട് ആദ്യം ഇടണം. ഈ HK ദാസിലൊക്കെ മാത്തമാറ്റിക്കലിന്റെ പ്രോബ്ലംസ് ഒക്കെ എത്ര വൈഡ് ആണെന്ന് അറിയോ, നല്ല രീതിയിൽ ഭയങ്കര ബേസിക് ആയിട്ട് തൊട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഗ്രിഫിത്തിലൊക്കെ ഇമേജ് പ്രോബ്ലംസ് ഒക്കെ നല്ല പ്രോബ്ലംസ് ആയിട്ടുണ്ട്. അത് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരു ചോദ്യം വരുന്ന സമയത്ത് അപ്രോച്ച് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫൗണ്ടേഷൻ ക്ലിയർ ചെയ്യാൻ പറ്റും. ഈ 3 പേപ്പേഴ്സും ഈ 3 റെഫറൻസും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് എന്താ വെച്ചാൽ CSIR നെറ്റ് എക്സാം എന്തായാലും ക്രാക്ക് ചെയ്യാൻ പറ്റും. ആ ഫൗണ്ടേഷൻ നമുക്ക് സെറ്റ് ആക്കി കഴിഞ്ഞാൽ ബാക്കി എല്ലാ സബ്ജക്റ്റിനും അത് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, ഇപ്പൊ നമ്മൾ റെഫറൻസ് ബുക്ക് കണ്ടു, ഫൗണ്ടേഷൻ തുടങ്ങേണ്ട സബ്ജക്റ്റുകൾ കണ്ടു, അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ PYQs കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ലാസ്റ്റ് എക്സാമിനോട് 2 months ചേർന്ന് ചെയ്തു തുടങ്ങിയാൽ മതി. നമ്മൾ ആദ്യം സബ്ജക്റ്റും റെഫറൻസ് ബുക്കും ആദ്യം നമ്മൾ സെറ്റ് ആക്കുക. ഓക്കെ, ഇനി നിങ്ങൾക്ക് CSIR നെറ്റ് എക്സാമിനെ പറ്റിയിട്ട് കൂടുതൽ അറിയണമെന്നുണ്ടാവും. ചിലപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി നല്ല രീതിയിൽ ഇതിന്റെ ഫ്യൂച്ചർ പ്ലാനുകൾ നമ്മൾ എങ്ങനെയാണ് സെറ്റ് ആക്കേണ്ടത്, ഇതിന്റെ ബെനിഫിറ്റ്സ് എന്താണെന്നുള്ള കാര്യങ്ങൾ ഇതൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടാവും. അതുപോലെ തന്നെ CSIR നെറ്റ് എക്സാമിന് വരുന്ന ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സിന്റെ വീഡിയോസ്, ചില സമയങ്ങളിൽ നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് തരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് ഉണ്ട്, അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രീ കമ്മ്യൂണിറ്റിയിൽ നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. അതിലൂടെ നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും സ്റ്റഡി മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഓക്കെ.